ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ഈവനിങ് ബ്ലോഗായിട്ട്. വീട്ടിലിങ്ങനെ ബോറടിച്ചിരുന്നപ്പം എവിടെ പോകുന്ന ആലോചിച്ചിരുന്നപ്പോൾ ബീച്ചിലങ്ങ് വെച്ച് പിടിച്ച് അങ്ങനെ നമ്മൾ ബീച്ചിൽ ഇതായി എത്തി കേട്ടോ. നമുക്ക് ഈ ബീച്ചിലൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നില്ലേ കാണാൻ. അങ്ങനെ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരം നടന്ന് അവിടെ പോയിരുന്ന് ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വാപ്പാക്കൊരാഗ്രഹം കടല മേടിക്കണം. അങ്ങനെ വാപ്പ കടല മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൈയിട്ട് വാരി ഞങ്ങളും തിന്നു. അതിൽ നിന്ന് കടയിലൊക്കെ അപ്പോഴത്തേക്കും കടയിൽ തിന്നുകൊണ്ടിരിക്കാത്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാദിയെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് അവളെ ചെന്ന്, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അത് സന്തോഷമായി. അപ്പം പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഇതായി. അത് കഴിഞ്ഞിട്ട് വാപ്പയുടെ ലീലാവിലാസങ്ങളാണ് കേട്ടോ. വാപ്പ ഇങ്ങനെ കുസൃതികളാണ് എപ്പോഴും. വാപ്പ പറഞ്ഞു എന്നെ ഒന്ന് വലിച്ചെണ്ണിപ്പിക്കാൻ. എന്നിട്ട് വാപ്പ എണ്ണീക്കുന്നില്ല. എന്നിട്ട് ഞങ്ങളത് വിട്ടൊക്കെ ഉപേക്ഷിച്ച് പോകാൻ നേരത്ത് വാപ്പ പറഞ്ഞ് ഞാൻ എണ്ണീറ്റോളാവേന്ന് പറഞ്ഞ് ഒന്നും കൂടെ പിടിക്കാൻ പറഞ്ഞപ്പോൾ വാപ്പ എണ്ണീറ്റ് വന്നു കേട്ടോ. അങ്ങനെ വാപ്പായെ എണ്ണീപ്പിച്ച് ഞങ്ങൾ പിന്നെയും നടന്നു. അങ്ങനെ വടം വലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും എനിക്കൊരാഗ്രഹം ഒന്ന് കാല് നനച്ചാലോ. അപ്പോഴത്തേക്കും എന്താ ഒരു തിര വന്നോളൂ. എന്നിട്ട് നമ്മൾ അടുത്തൊരു ഈച്ച പോലും എത്തിയില്ല കേട്ടോ. കാലത്ത് അവസാനം നമ്മളങ്ങ് പോയി. അപ്പോഴത്തേക്കും വിശപ്പ് തുടങ്ങി. അങ്ങനെ ഇതാ ഒരു മുട്ട ബജി ഒടിച്ച് അങ്ങ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ നേരത്ത് അങ്ങനെ ഉത്സവമൊക്കെ കണ്ട് ഇങ്ങനെ ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അപ്പോൾ അതൊക്കെ മാറ്റി ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഒരു സ്ഥിരം ബേക്കറിയിൽ കയറി നല്ല ചൂട് മുട്ട പപ്സും ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മളെ ഇന്നത്തെ വ്ലോഗ് അങ്ങ് നിർത്താണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.